എൽസ ആറ്റഹോളൻ നദിയിലെത്തി. അവിടെ ഒരു വലിയ ഐസ് കൊട്ടാരം കണ്ടു. അവൾ അതിനകത്തേക്ക് പ്രവേശിച്ചു. അതിനുശേഷം അവൾക്ക് മനസ്സിലായി അവളാണ് ഫിഫ്ത്ത് സ്പിരിറ്റ്. എൽസയുടെ അമ്മയാണ് എൽസയെ അവിടേക്ക് എത്തിച്ചത് എന്ന് അവൾ തിരിച്ചറിയുന്നു. എൽസയുടെ വസ്ത്രങ്ങൾ മാറ്റി അവൾ ഒരു പുതിയ വേഷത്തിൽ മാറുന്നു. പെട്ടെന്ന് ഒരു മൂടൽമഞ്ഞുയർന്നു. അതിനോടൊപ്പം എൽസയുടെ പഴയ ഓർമ്മകൾ ഐസ് പ്രതിമകളായി മുന്നോട്ട് നീങ്ങി. അവൾ അത് ആകാംക്ഷയോടെ നോക്കി. അവളുടെ ബാല്യകാല ഓർമ്മകൾ കാണുന്നു. അവൾ കൊട്ടാരത്തിന്റെ അകത്തേക്ക് മുന്നോട്ട് പോയപ്പോൾ അവളുടെ മുത്തച്ഛൻ രാജാവ് ഒരു പ്രതിമയിലൂടെ എൻചാന്റഡ് ഫോറസ്റ്റിലെ മാജിക് ശക്തിയെക്കുറിച്ച് സംസാരിക്കുന്നത് കാണുന്നു. ആ ശക്തികൾ അപകടകരമാണ്, അതിനെ നിയന്ത്രിക്കണം എന്ന് രാജാവ് പറയുന്നു. പ്രതിമയെ പിന്തുടർന്ന് അവളും മുന്നോട്ട് പോകുമ്പോൾ അവളുടെ മുത്തച്ഛനായിരുന്ന രാജാവ് ഒരു ആയുധമില്ലാത്ത എൻചാന്റഡ് ഫോറസ്റ്റ് തലവനെ കുത്തിക്കൊല്ലുന്നത് കാണുന്നു. ഇപ്പോൾ എൽസയ്ക്ക് മനസ്സിലായി അവരുടെ രാജ്യം നൽകിയത് ഒരു സമ്മാനമല്ല, മറിച്ച് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണമായ ഡാമാണ്.